എടാ അടുത്ത ആഴ്ചയെ ഈ 2024 ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലല്ലേ ഒരു ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞത്? ഇതെന്താ ഈ 2 പ്രാവശ്യം ബഡ്ജറ്റ് അവതരണം? ലീഗലി സ്പീക്കിംഗ് 2 ബജറ്റ് ഉണ്ട്. അത് ഫെബ്രുവരി നടന്നത് ഇൻറ്റീരിയം ബജറ്റാണ്. അതായത് ഈ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ്. സോ അതുകൊണ്ട് തന്നെ പോകുന്ന സർക്കാർ, അതായത് അധികാരം ഒഴിഞ്ഞു പോകുന്ന സർക്കാർ അവരുടെ താൽക്കാലിക ചിലവൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത്. പുതുതായിട്ട് അധികാരത്തിൽ വരുന്ന സർക്കാർ ആ സാമ്പത്തിക വർഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ബജറ്റ് അവതരിപ്പിക്കും. അപ്പം പൊതുവായിട്ട് ഇങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി അല്ലെ തെരഞ്ഞെടുപ്പ് വർഷം അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ 2 ബജറ്റ് കാണും, ഇൻറ്റീരിയം ബജറ്റ്, ഫുൾ ബഡ്ജറ്റ്. ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇതിനൊക്കെയുള്ള വ്യവസ്ഥയുണ്ടോ? ഭരണഘടനയിലെ 2 ബജറ്റിനുള്ള വ്യവസ്ഥയൊന്നും ഇല്ല. ഇൻറ്റീരിയം ബജറ്റിനെ പറ്റിയിട്ട് തീരെ പറഞ്ഞിട്ടില്ല. വോട്ട് ഓൺ അക്കൗണ്ട് വഴിയാണ് ഈ ഇടക്കാല ബജറ്റ് പാർലമെൻറ്റിൽ പാസ്സാക്കുന്നത് സർക്കാർ. പിന്നെ ബജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതിൽ 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ഭരണഘടന ബജറ്റിനെ പറയുന്നത്. അതിനെയാണ് നമ്മൾ ഈ ബജറ്റ് ബജറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത്.